ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ അടുത്തുള്ളത് പെട്രോൾ സ്വിഫ്റ്റ് ആണ്. നല്ല വൈറ്റ് സ്മോക്ക് ഉണ്ട്. വണ്ടി ഓവർ ഹീറ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വലിവ് തീരെ മടിയാണ്. വണ്ടി നല്ലോണം കാല് കൊടുത്താലേ വണ്ടി മൂവ് ആവുള്ളൂ. കുറച്ച് ഓടി ചൂടായി കഴിഞ്ഞാൽ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും ഉണ്ട്. അതാണ് വണ്ടിയുടെ അവസ്ഥ. എന്തായാലും തുടർന്നുള്ള ഡയഗ്നോസ് അനുസരിച്ച് നമ്മുടെ ഗ്യാസ്കറ്റ് പോയെന്ന് കൺഫേം ചെയ്തു. അതുകൊണ്ട് നമ്മൾ എഞ്ചിൻ ഡിസസംബിൾ ചെയ്ത് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഡിസസംബിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനകത്തും ഫുള്ള് ഈ കപ്പുച്ചീനോ പോലെ, അതായത് നമ്മുടെ കപ്പുച്ചീനോ കോഫി പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ ഓയിലും വെള്ളം മിക്സ് ആയിട്ട് അതേപോലെ സ്ലഡ്ജ് ഫോം ചെയ്ത് കിടക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഈ സംഭവം നമുക്ക് എഞ്ചിൻ റീബിൽഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെ വരും. അപ്പോൾ നമ്മൾ 1 by 1 ഓരോ കാര്യങ്ങൾ അഴിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈമിംഗ് കവറും വാൽ കവറും ഓയിൽ പാനൊക്കെ നമ്മൾ ഓൾറെഡി അഴിച്ചിട്ടുണ്ട്. എല്ലാത്തിനകത്തും ഈ ഓയിലും വെള്ളം മിക്സ് ആയിട്ട് കയറിയിരിക്കുന്ന സ്ലഡ്ജ് വഴിക്കാണ് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ടെൻഷനറും മറ്റേ ടെൻഷനറിൻ്റെ ഗൈഡും ചെയിനും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇതിനകത്ത് മാറേണ്ടി വരും. അതുകൂടാതെ എഞ്ചിൻ സൈഡിൽ എന്തൊക്കെ ഡാമേജ് വന്നു എന്നുള്ളത് നമുക്ക് 1 by 1 ഓരോന്നായിട്ട് അയച്ചു നോക്കാം. നമ്മുടെ സെഷൻ ഇവിടെ അയച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കെ സീരീസ് ആണ്. കെ സീരീസ് പെട്രോൾ എഞ്ചിനാണ്, VVTi എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലൂമിനിയം അലോയാണ് ബ്ലോക്കും വരുന്നത്. ഹെഡും ബ്ലോക്കും അലൂമിനിയം അലോയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബ്ലോക്കിൻ്റെ വർക്ക് ചെയ്യുന്നതിലൊരു പരിമിതികളുണ്ട്. കറക്റ്റ് മെനക്കി വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും വണ്ടി ഓവർ ഹീറ്റ് ആവാനും അതേപോലെ മറ്റു പല ഇഷ്യൂസ് കാണിക്കാൻ ചാൻസ് ഉള്ള ഒരു എഞ്ചിനും കൂടിയാണിത്. അപ്പോൾ നമ്മൾ 1 by 1 ഇതിൻ്റെ ഓരോ പാർട്സ് ഇതേപോലെ നമ്മുടെ കീ ഗാർഡിയും കാര്യങ്ങളൊക്കെ ഊരിയെടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സേഫായിട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ക്യാമും കാര്യങ്ങളൊക്കെ ഫർദർ നമുക്ക് വേറെ അയച്ചെടുക്കാനായിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ കാണുന്ന ഇൻടേക്ക് സൈഡും എക്സോസ്റ്റ് സൈഡിലത്തെ ക്യാമിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്യാം ഷാഫ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് ഇതേപോലെ കപ്പുള്ള ടൈപ്പ് നമ്മുടെ ടാപ്പറ്റ്സ് ആണ് വരുന്നത്. അപ്പം അത് ഇൻടേക്ക് സൈഡും എക്സോസ്റ്റ് സൈഡും നമ്പർ അനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തിട്ടാണ് രണ്ടാമത് അനുസരിച്ച് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു എഞ്ചിൻ, ഈ ടൈപ്പ് ഒരു എഞ്ചിൻ വരുന്നതിനകത്ത് കറക്റ്റ് നമ്മളത് മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ ഹെഡിൻ്റെ ബോൾട്ടുകൾ കാര്യങ്ങളെല്ലാം നമ്മളിപ്പം റിമൂവ് ചെയ്യുകയാണ്. അപ്പം ഓൾറെഡി സംഭവം ഓവർ ഹീറ്റ് ആയതുകൊണ്ടാവാം നമുക്ക് വലിയ ടോർക്ക് പിടിക്കാതെ തന്നെ സംഭവം ഈസി ആയിട്ട് അഴിഞ്ഞ് അങ്ങോട്ടങ്ങ് പോരുന്നുണ്ട്. അപ്പം ഈ ഹെഡിൻ്റെ എല്ലാ ബോൾട്ടുകളും ഊരിയെടുത്തിട്ട് ഹെഡ് നമുക്ക് ബ്ലോക്കിൽ നിന്ന് സ്പ്ലിറ്റ് ആക്കിയിട്ട് നമുക്ക് ഫർദർ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇൻസ്പെക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെഡിൻ്റെ ബോൾട്ട്സ് എല്ലാം നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഹെഡ് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ബ്ലോക്കിൽ നിന്ന് വിടിയിച്ചിട്ട് സെപ്പറേറ്റ് ആക്കി സ്പ്ലിറ്റാക്കി എടുത്തിട്ട് ഹെഡിൻ്റെയും ബ്ലോക്കിൻ്റെയും കണ്ടീഷൻ നമുക്ക് നേരിട്ട് ഇൻസ്പെക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹെഡ് നമുക്ക് കമത്തിയിട്ടാൽ അതിൻ്റെ കമ്പഷൻ ചേമ്പറും അതുപോലെ നമ്മുടെ ഈ കാണുന്ന വാൽവിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന ബ്രൗൺ കളറിൽ കാണുന്ന എല്ലാം എക്സോസ്റ്റ് വാൽവാണ്. ബ്ലാക്ക് കളറിൽ കാണുന്ന വലിയ വാൽവുകളെല്ലാം ഇൻടേക്ക് വാൽവാണ്. അപ്പോൾ എക്സോസ്റ്റ് വാൽവ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇൻടേക്കിൽ ചെറിയ രീതിയിൽ ലീക്കേജും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഇൻജക്ടർ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ നനവ് കാണും. എന്നിരുന്നാലും പൊതുവെ ഉള്ളതിനേക്കാൾ കൂടുതൽ ലീക്കേജ് ഇതിനകത്ത് കാണാം. അപ്പോൾ എന്തായാലും ഹെഡ് നമുക്ക് സർവീസ് ചെയ്യണം. പ്ലസ് ബ്ലോക്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്. ഇനി ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഗ്യാസ്കറ്റ് പോയിട്ട് വണ്ടി ഓടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓവർ ഹീറ്റായിട്ട് ഒരു ലേശം വണ്ടി ഓടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഗ്യാസ്കറ്റ് ഓൾറെഡി ഔട്ടാണ്, ഗ്യാസ്കറ്റ് പോയി. ഇനി ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സംഭവം ഓവർ ഹീറ്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ബോറിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ റിങ്സ് ഹീറ്റായിട്ട് പിടിച്ചേക്കുന്ന അതേപടിയുള്ള പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിങ്സ് പിടിച്ചേക്കുന്ന അതേപടിയുള്ള പാട് നമുക്ക് സിലിണ്ടറിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു അതിനകത്ത് കണ്ടേക്കുന്ന ഒരു ഡാമേജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് രണ്ടാമത് സംഭവം ഒന്നിൽ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത് സ്ലീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ട് പുതിയ പിസ്റ്റനും റിങ്സ് ഇടേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ രീതിയിൽ നമ്മൾ റിങ്സ് ഇട്ട് വെച്ചാൽ പ്രത്യേകിച്ച് അലൂമിനിയം അലോയ് ബ്ലോക്ക് വരുന്ന വണ്ടികളിൽ ചിലപ്പോൾ ഇത് സംഭവം സക്സസ് ആവണമെന്നില്ല. അത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയേക്കുന്നതിനകത്ത് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ സിലിണ്ടറിനടുത്താണ് കൂടുതൽ കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ നാലാമത്തെയും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലിയ അലമ്പില്ല. പക്ഷേ ചെയ്യുമ്പം നമ്മളെല്ലാം കൂടി കറക്റ്റായിട്ട് ചെയ്ത് വിടുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ.
അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ. പിസ്റ്റൺ ടോപ്പിലും കണ്ടമാനം നമ്മുടെ കൂളൻ്റ് കയറി കത്തീൻ്റെ പാട് നമുക്ക് വൈറ്റ് മാർക്ക് ഇടയ്ക്ക് കയറി കാണാം. കൂളൻ്റ് ബേണായി പോയിട്ടുണ്ട്. അതാണ് ഈ ഒരു നമ്മുടെ മേഘം, നല്ല തൂവെള്ള മേഘം ഉള്ള പോലെ ഒരു വൈറ്റ് സ്മോക്ക് പെട്രോൾ വണ്ടികൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ. അതേപോലെ സിലിണ്ടറിൻ്റെ കാര്യം കുറച്ചുകൂടി നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ റിങ്സ് കംപ്ലൈൻ്റ് ആയിട്ട് ഓവർ ഹീറ്റായിട്ട് പിടിച്ച് പോയിട്ട് അതേപോലെ നമ്മുടെ ബ്ലോക്കിൽ കയറി പിടിച്ചിട്ടുണ്ട്. അതായത് സിലിണ്ടറിനകത്ത് കയറി പിടിച്ചതിൻ്റെ മാർക്കാണ് ഈ കാണുന്നത്. കറക്റ്റ് ആ റിങ്സിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഫുൾ ഇഞ്ചൻ ഓവർഹോൾ എന്നുള്ള സെറ്റപ്പിലേക്ക് ഈ വർക്ക് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വേറൊരു ചാൻസ് ഫർദർ ഇതിനകത്ത് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ഹെഡും ബ്ലോക്കും മറ്റുള്ള സാധനങ്ങളും കാര്യങ്ങളും ഓയിൽ പമ്പും കവറെല്ലാം നമ്മൾ ലെയ്ത്ത് വർക്കിലേക്ക് കൊടുക്കുകയാണ്. ലെയ്ത്ത് വർക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മൾ അസംബിൾ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ലെയ്ത്ത് വർക്കും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ ഒരു വീഡിയോയ്ക്ക് സെക്കൻഡ് പാർട്ടില്ല, ഒറ്റ പാർട്ടിൽ തന്നെ എല്ലാം തീർക്കുകയാണ്. അപ്പോൾ ലെയ്ത്ത് വർക്കിൽ നിന്ന് കഴിഞ്ഞുള്ള കണ്ടീഷനാണ്. നമ്മൾ കവർ പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പം പുതിയ പാർട്സുകൾ, ഗ്യാസ്കറ്റും കാര്യങ്ങളും, ഓയിൽ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം പുതിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളായിട്ട് ക്ലീൻ ചെയ്യേണ്ട കുറച്ച് കമ്പോണൻസ് ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അസംബിൾ ചെയ്യാവുന്ന പരിപാടിയിലാണ്. ബ്ലോക്ക് കാണിച്ചു തരാം. ബ്ലോക്കിനകത്ത് പുതിയ സിലിണ്ടറും, അതായത് നമ്മുടെ ഹോൺ ചെയ്തേക്കുന്ന സിലിണ്ടറും, കറക്റ്റായിട്ടുള്ള പിസ്റ്റനും അതിനോട്ട് സൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് റിങ്സും കാര്യങ്ങളും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ. അതേപോലെ ഹെഡിൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹെഡ് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടില്ല, കറക്റ്റ് പുത്തനായിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യാം. നമ്മൾ പുതിയ ഗ്യാസ്കറ്റും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ് പൊട്ടിച്ചുള്ളത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ടോർക്ക്, ഈ ഒരു അലുമിനിയം ഇഞ്ചൻ അലുമിനിയം അലോയായിട്ട് വന്നേക്കുന്നുണ്ട്. ടോർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ടോർക്ക് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിൽ സംഗതി വീണ്ടും കംപ്ലൈൻ്റ് ആവും. വാൽവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഗ്രൈൻഡ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഹെഡ് മെഷീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഹെഡ് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം അലോയുള്ള ബ്ലോക്കും ഹെഡും ആയതുകൊണ്ട് ടോർക്ക് കറക്റ്റ് കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും പ്രശ്നം. ചെറിയ രീതിയിലുള്ള വേരിയേഷൻ, മൈന്യൂട്ടുള്ള വേരിയേഷൻ നമുക്ക് പെർമിറ്റബിളാണ്. പക്ഷേ അതിനപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി പാളിപ്പോവും. പലപ്പോഴും എഞ്ചിൻ ഫെയിൽ ആവാനുള്ള ചാൻസസ് ഇതിനകത്ത് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കറക്റ്റ് നമ്മൾ ഹെഡ് ഇറക്കി സീറ്റിംഗ് ആക്കാനുള്ള പരിപാടിയാണ് ഈ തടി ഹാമർ, അതായത് ഹാമറിൻ്റെ തടി വരുന്ന ഭാഗം കൊണ്ട് നമ്മൾ ചെറുതായിട്ട് കൊട്ടി സെറ്റാക്കുന്നത്. ഇനി ടോർക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കാണ്. ടോർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഗൈസ് ടോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിതിനകത്ത് കറക്റ്റ് വോൾട്ടും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിനകത്ത് 4 സ്റ്റേജ് ടോർക്കാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 30 NM, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 NM സെറ്റ് ചെയ്തിട്ട് 30 NM നമ്മൾ ടോർക്ക് അടിക്കുക എല്ലാ ബോൾട്ടുകളും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് 30 NM എല്ലാ ഇതിലും ബോൾട്ടിലും 30 NM ടോർക്ക് അടിച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 NM ടോർക്ക് അടിക്കുക. അങ്ങനെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 സ്റ്റേജ് നമുക്ക് ആംഗിൾ ടോർക്കാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് 2 സ്റ്റേജിനകത്ത് വരുന്നത് ഫസ്റ്റ് നമ്മൾ 30 ഡിഗ്രി നമ്മൾ ആംഗിൾ ടോർക്ക് അടിക്കും. അതിനുശേഷം നമ്മൾ ഒരു 60 ഡിഗ്രിയും കൂടി ആംഗിൾ ടോർക്ക് അടിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ടോർക്കാവും. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടും അതേപോലെ തന്നെ ഫുൾ അലുമിനിയം അലോ എഞ്ചിൻ ആയതുകൊണ്ടും ടോർക്ക് നമ്മൾ ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡോ ബ്ലോക്കോ ഡാമേജ് വരാം, ത്രെഡ് പോവാം, അങ്ങനെ പല ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ടോർക്ക് മെത്തേഡ് ഓർത്താൽ മതി. 30 NM ടോർക്ക്, അതിനുശേഷം 60 NM ടോർക്ക്, അതിനുശേഷം 30 ഡിഗ്രി ആംഗിൾ ടോർക്ക്, അതിനുശേഷം 60 ഡിഗ്രി ആംഗിൾ ടോർക്ക്. അതാകുമ്പോൾ കറക്റ്റായിട്ട് സംഭവം ക്ലിയറായി പോയിക്കോളും. അതാണ് നമ്മുടെ ടോർക്കിൻ്റെ ഒരു മെത്തേഡ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ ടൈമിംഗ് മാർക്ക് നമ്മുടെ 2 വീലിലും ക്യാം വീലിൽ കാണും. അതിൽ ബ്ലാക്ക് മാർക്കുള്ള പുതിയ ചെയിനിലുള്ള ബ്ലാക്ക് മാർക്കുള്ള പോർഷൻ കയറി വരണം. അതേപോലെ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു നീണ്ട വര കാണും. അതിൽ ടൈമിംഗ് ചെയിനിലുള്ള ബ്ലാക്ക് മാർക്കുള്ള ആ ഒരു കണ്ണി അതിൽ കയറി വരണം. ആ രീതിയിൽ സെറ്റാക്കുക ചെയ്യുന്നത്. അതുകൂടാതെ ഉള്ളൊരു മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാം കവറിനോട് ചേർന്ന് 2 സൈഡിലും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 ചെറിയ ലൈൻ കാണും. അത് മാച്ച് ആവണം. ഇതേപോലെ തന്നെ ഈ കാണുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ മാച്ച് ആയാൽ ടൈമിങ് കറക്റ്റാണ്. അങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് നമ്മുടെ ഗൈഡൻസ് എല്ലാം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ടൈമിംഗ് ടെൻഷനർ റിലീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും പരിപാടി കഴിഞ്ഞു. ബാക്കിയുള്ള ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻടേക്കും എക്സോസ്റ്റ് സൈഡും ടാപ്പറ്റ് കവറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു എഞ്ചിനോട് അനുബന്ധിച്ചുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനകത്തെല്ലാം
ഓറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻടേക്കിൻ്റെ ഓറിങ്, സംബയിൽ വരുന്ന ഓറിങ്, ഓയിൽ ഫിൽട്ടർ ഹൗസിങ്ങിലേക്ക് വരുന്ന ഓറിങ്, അതെല്ലാം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ പണി മേടിക്കും. അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ഗ്യാസ്കറ്റ് മേക്കറോ അല്ലെങ്കിൽ ബോണ്ടോ കണ്ടമാനം വാരി വലിച്ച് തേക്കാൻ പാടില്ല. കാരണം അത് ഓവറായാലും എവിടെയെങ്കിലും ഓയിൽ ഹോളുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ അതും പിന്നീട് ഒരു എഞ്ചിൻ ഫെയിലിയറിന് ഒരു കാരണമാകും. ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഓൾമോസ്റ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് വണ്ടിയുടെ സൗണ്ട് നമുക്ക് കേട്ട് നോക്കാം. എഞ്ചിൻ്റെ സൗണ്ട് പോലും അറിയാനില്ല. സ്റ്റാർട്ടാണോ അല്ലയോ വൈബ്രേഷനോ കാര്യം ഒന്നും അറിയുന്നില്ല. ക്ലസ്റ്ററെ നോക്കിയാൽ അറിയാം സ്റ്റാർട്ടാവും, അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. എന്നാൽ ചോറ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് വാ.